ഹലോ അങ്ങനെ കാന്താര ചാപ്റ്റർ 1 കണ്ടു കേട്ടോ. എന്നാ പടം എടുത്തു വെച്ചേക്കുന്നത്, സെയിം കോൺസെപ്റ്റ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ സിനിമ. ഫസ്റ്റ് കാന്താര ആയിരുന്നു ബെസ്റ്റ്, ബിക്കോസ് നമുക്ക് പുതിയൊരു കോൺസെപ്റ്റ് ആയിരുന്നു. അവരുടെ ആ ഫോക്ക് കൾച്ചറും പിന്നെ അവരുടെ ആ ഒരു കൾച്ചറും ആ റിലീജിയനൊക്കെ കാണിച്ചേക്കുന്നത് നല്ല നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അതിൻ്റെ കോപ്പി അടിച്ചിട്ട് കുറച്ചും കൂടെ മാസീവായിട്ട് ചെയ്തേക്കുന്നതല്ലാതെ ഇതിനകത്തൊന്നുമില്ല. ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ആ ഒരു ഇങ്ങനെ കിടന്ന് അലയ്ക്കത്തില്ലേ ഓ എന്ന് പറഞ്ഞിട്ട് ആ അലയ്ക്കുന്ന സീൻ ഇപ്പോൾ കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ബോറടിച്ചു പോയി. സീരിയസ്ലി പറയാമല്ലോ, രാജാവ് വരുന്നു, ചതി, വഞ്ചന, പിന്നെ പാവപ്പെട്ട ആൾക്കാരെ എങ്ങനെ ദ്രോഹിക്കുന്നു, ഇതൊക്കെയാണ് സ്റ്റോറി. ഷോർട്ട് റിവ്യൂ ആണ്, നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. രുക്മിണി നന്നായിട്ടുണ്ടായിരുന്നു. ഷി വാസ് ലുക്കിംഗ് ബ്യൂട്ടിഫുൾ ആൻഡ് പ്രെറ്റി. അവളുടെ പെർഫോമൻസും തിരക്കിടില്ലായിരുന്നു. പക്ഷേ ജയറാം ഒരു കോമഡി പീസ് ആയിരുന്നു കേട്ടോ, സത്യം പറയാമല്ലോ. ജയറാം എന്തിനാണ് ഇങ്ങനെയുള്ള റോളുകളൊക്കെ എടുത്ത് ചെയ്യുന്നത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. പിന്നെ ഹിന്ദിയിൽ നിന്ന് വസന്തിനെ എടുത്തിട്ടുണ്ട്. വസന്തിനും വലിയ റോളൊന്നുമില്ല, നെഗറ്റീവ് റോളാണ്. പക്ഷേ നമുക്കങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല പെർഫോമൻസ് ഒന്നും. പിന്നെ ആ കാടും രാജാവും അതൊക്കെ തന്നെ, വേറെ ഒന്നുമില്ല. ആക്ഷൻ ആണെങ്കിലും കോസ്റ്റ്യൂംസിനെ കുറിച്ച് എടുത്തു പറയണം. ഇല്ല പടച്ചട്ടയൊക്കെ ഇട്ടേക്കുന്ന ഏതോ റൗക്ക ഇട്ടേക്കുന്നുള്ളതല്ല എനിക്ക് തോന്നിയത്. പ്രൊഡക്ഷൻ ടീമിന് പൈസ ഒത്തില്ലെന്ന് തോന്നുന്നു. കോസ്റ്റ്യൂംസൊക്കെ വളരെ വൃത്തികെട്ട രീതിയിലുള്ള കോസ്റ്റ്യൂംസ് ആണ്. സിനിമാറ്റോഗ്രഫിയോ ആക്ഷനെ കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. ബാഹുബലിയിലുള്ള കുറച്ച് സീനും അതേപോലെ പഴയ കാലത്തുള്ള കുറേ സീനുകളും പിന്നെ അതേപോലെ വെപ്പൻസും ഇതൊക്കെ തന്നെ എന്നാ മുഞ്ച് പടമായിപ്പോയി ഞാൻ ആലോചിച്ച് നോക്കുക. ബഹ്റിനിൽ ഇന്നാണ് റിലീസ്, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഷോ തന്നെ കാണാൻ വന്നത്. ലാസ്റ്റിൽ കാന്താര ചാപ്റ്റർ 2 കാണിക്കുന്നുണ്ട്. എന്തിനാ, ഇത് തന്നെ ധാരാളം. പണ്ടിൻ്റെ അപ്പം പറയുമായിരുന്നു, താഴ്ന്ന നിലത്തെ നീരോടും അവിടെ ദൈവം കാണുമെന്ന്. നല്ലൊരു എപ്പിക് മൂവി ആയിരുന്നു കാന്താര. നിങ്ങൾക്ക് അത്യാഗ്രഹം മൂത്തിട്ട് അതിൻ്റെ ചാപ്റ്റർ 1 ഒക്കെ ചെയ്യാൻ പോയിട്ട് ഇതേപോലുള്ള കൂറപ്പടം എടുത്തു കഴിഞ്ഞാൽ പഴയ ആ കാന്താരയുടെ നമുക്കാവുള്ള ഒരു നൊസ്റ്റാൾജിയ പോയി. 5-1 കൊടുക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള റിവ്യൂ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ. മുംബൈ കാ മല്ലു ഫ്രം ബഹ്റൈൻ.